ഈ പുഴയും കടന്നിലാണെങ്കിൽ നമ്മുടെ കാവേരിയാണെങ്കിൽ യമുനയെ കുറ്റം പറഞ്ഞ് കളിയാക്കി പരിഹസിക്കാനായിട്ട് വരുന്ന കള്ള നാട്ടുകാരെ എറിഞ്ഞ് ഓട്ടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം കാവേരി പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ വൃത്തികെട്ട ജന്തുക്കളാണ് ഈ നാടിന് ശാപമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കാവേരി പറയുന്നുണ്ട്, മേലിൽ ഈ പടി ചവിട്ടരുതെന്ന്. ഇവിടെ ജയപാലൻ തന്ത്രപൂർവം വേറൊരു കെണി വിരിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ജയപാലനാണെങ്കിൽ വിനീതിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. തൻ്റെ മകൻ വിശാലിനെ വധശ്രമത്തിന്, അതായത് തല്ലിക്കൊല്ലാനായിട്ട് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പോലീസ് വന്നിട്ട് നമ്മുടെ വിനീതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ആ ജയപാലൻ്റെ മകനെ തല്ലി കൊല്ലാൻ ശ്രമിച്ചല്ലേ, അയാൾ വധശ്രമത്തിനാണ് നിങ്ങൾക്കെതിരെ കേസ് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോഴെങ്കിൽ വിനീത് പറയുന്നുണ്ട്, സാറേ അങ്ങനെയൊന്നുമല്ല സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവർ കേസ് തന്നു എന്ന് പറയാണ്. ഇതിനിടയിൽ നമ്മുടെ വിനീത് പറയുന്നുണ്ട്, പത്തി വിടർത്തി നിൽക്കുന്ന വിഷം ചീറ്റുന്ന പാമ്പാണെങ്കിൽ അതിനെ തല്ലിക്കൊല്ലുക തന്നെ ചെയ്യണം സാറേ, വെറുതെ വിടരുത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതറിഞ്ഞ ഗംഗയും കാവേരിയും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാവേരി പറയുന്നുണ്ട്, തനിക്ക് വേണ്ടപ്പെട്ട മുതലാണെങ്കിൽ അത് തൻ്റെ വീട്ടിൽ തൻ്റെ കാൽച്ചുവട്ടിൽ വരുമെന്ന് പറയുന്നത്